ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നന്നായിട്ട് നേരം വൈകിട്ടാണ് എണീറ്റത്. ഇന്നലെ രാത്രി എനിക്ക് എന്തോ ഒരു വയ്യായ പോലെ തോന്നി. അപ്പോൾ ഞാൻ നന്നായിട്ട് നേരം വൈകിട്ടാണ് എണീറ്റത്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എണീറ്റ വശം വേഗം ഞാൻ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു. പിന്നെ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് എണീക്കാൻ കാരണം എത്ര വൈകിയെങ്കിലും ഞാൻ എണീക്കാറുണ്ട്. ഇന്നലെ വെച്ച മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ ചീരയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പണി കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ചപ്പാത്തിയും ചൂടാനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അമ്മ മണിക്കുട്ട ശനിയാഴ്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നാക്കി. അപ്പോൾ കുറച്ച് ചിക്കൻ കറി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ട് അവർ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയും ചപ്പാത്തിയും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ചോറിന് മീൻകറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചീരപ്പേരി ഉണ്ടാക്കല്ലേ വേണ്ടോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ 6:30 ആവണ വരെ ഒന്ന് കിടന്നു. എനിക്ക് എന്തോ തലവേദനയൊക്കെ ആയിട്ട് തോന്നി. അത് കാരണമാണ് ഞാൻ എണീക്കാണ്ടിരുന്നത്. പിന്നെ വാവച്ചിക്കും വയറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം വാവച്ചിയും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് വാവച്ചി മണിക്കുട്ടനും സ്കൂളിലേക്ക് പോയിട്ടില്ല. അവൾക്കും വയ്യ. പിന്നെ മണിക്കുട്ടനും ഈ കഫക്കെട്ടും പനിയൊക്കെ മാറണേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെയും കൂടിയും ഗുളിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ തൊട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അവർക്കുള്ള പാലൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞങ്ങൾക്കുള്ള ചായ ഉണ്ടാക്കി. പിന്നെ ചീരന് ഉപ്പേരി ഉണ്ടാക്കണം. മീൻ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ചിക്കൻ കറി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, അതും ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ അരിച്ചെടുത്തു. അപ്പോൾ ബിജേഷേട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ ആൾ എണീറ്റ് കഴിഞ്ഞാൽ വേഗം ചായ, അപ്പോൾ എണീറ്റ വശം ചായ ചോദിക്കും. പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം എണീറ്റ വശം വേഗം എപ്പോഴും ചായ തന്നെ വെക്കാറ്. അതുപോലെ തന്നെ വേഗം വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കുളിക്കാനുള്ള വെള്ളവും വെച്ചു. എന്നിട്ട് ഞാൻ ആൾക്കൊരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇന്നലെ വയ്യാത്ത കാരണം വൈകിട്ടും ഒറ്റ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രമൊക്കെ ഒരിക്കലും അങ്ങനെ ഇടാറില്ല. വൈകുന്നേരം തന്നെ ഞാൻ കഴുകി വെക്കാറുണ്ട്. ഇന്നലെ വൈകുന്നേരം വയ്യാന്ന് തോന്നിയ കാരണം പാത്രങ്ങളൊക്കെ സിങ്കിലിട്ടു. പിന്നെ വാവച്ചിക്കും വയ്യല്ലോ, അല്ലെങ്കിൽ ആൾ കഴുകി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകട്ടെ, എന്നിട്ട് പിന്നെ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഞാൻ ഉപ്പേരിക്കുള്ള സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചീഞ്ചട്ടി ചൂടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ ബിജേഷേട്ടനുള്ള കുളിക്കാനുള്ള വെള്ളവും ചൂടായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബിജേഷേട്ടൻ്റെ കമ്പനിയിലത്തെ ഓയിലാണിത്, സൺഫ്ലവർ ഓയിൽ കുപ്പിയാണത്. അപ്പോൾ അങ്ങനെ ആൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ വേഗം ഉപ്പേരിക്കുള്ള സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു. ചീരയല്ലേ വെക്കണത്, അപ്പോൾ ഇത്തിരി വലിയ ചട്ടിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല. ഇതുപോലെ ചീരപ്പേരി ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. നാളികേരമൊക്കെ ചിരകിയിട്ട രസം ഉണ്ടാവും. പക്ഷേ ഇവിടെ നാളികേരം ചിരകിയിടുന്നത് ഞാൻ പറഞ്ഞില്ലേ, കടലുപ്പേരിയിൽ മാത്രമേ നാളികേരം ചിരകിയിടുന്നത് ഇഷ്ടമുള്ളൂ. വേറെ ഒരു ഉപ്പേരിയിൽ നാളികേരം ചിരകിയിടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് ചീര അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്താണെന്ന് വെച്ചാൽ നാളെ പരിപ്പും ചീരയും കൂടിയിട്ട് നാളികേരം അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ അത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സബോളയും പച്ചമുളകൊക്കെ വാടി വന്നപ്പോൾ ഞാൻ ആ സബോളയിൽ തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ സബോളയും വാടി കിട്ടും. പിന്നെ ചീരയിലേക്ക് ഉപ്പ് പിടിക്കാനൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വേഗം ഞാൻ ചീരയൊക്കെ മറ്റേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് പൊത്തി മൂടിയിട്ട് അടച്ചു വെച്ചു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ തന്നെ നന്നായിട്ട് കുത്തി അലമ്പി കഴുകിയിട്ടേ അരിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ വാല വെച്ചതാണ്. അപ്പോൾ അതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് പൊത്തി മൂടിയിട്ട് അവിടെ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ അവിടെ തിണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ എന്താ പറയുക, നല്ലോണം പൊടിയും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ടതിന് ശേഷം ഇനി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ചോറൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ വേഗം ചോറും വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഈ ചിക്കൻ കറി ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയും കുറച്ച് ചിക്കൻ കറി തന്നെയുള്ളൂ. ബാക്കിയുള്ളത് അവർ ഇന്നലെ വൈകുന്നേരം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറി ചൂടാക്കാനായിട്ട് വേഗം ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ അതിലിട്ട് കൊടുത്തു. അപ്പോൾ മണിക്കുട്ടൻ വന്നിട്ട് പറയായിരുന്നു, അമ്മേ കുറച്ച് ഗ്രേവി വേണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആ ചിക്കൻ കറി കൊണ്ടുവന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ലൂസാക്കി എടുത്തു. അപ്പം അങ്ങനെ ചപ്പാത്തി കൂട്ടി കഴിക്കാനായിട്ട് ഇത്തിരി വെള്ളം വേണ്ട. എന്നിട്ട് ചീരപ്പേരിയും ആയി വന്നിട്ടുണ്ട്. നല്ല നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ചീരപ്പേരി. ഈ ചുമന്ന മുളകൊന്നും ഇട്ടിട്ട് ചീര ഉണ്ടാക്കണത് ഇഷ്ടമില്ല. പക്ഷെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ചീരപ്പേരിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് അവിടെ ഇറക്കി താഴ്ത്ത് അങ്ങനെ ഇറക്കി വെച്ചു. അതിന് ശേഷം മീൻകറി ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം എല്ലാവരും കുറേശ്ശെ എടുത്തു. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ അവിടെ വെച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് വരെ മീൻകറി ഉണ്ടാവും. അപ്പോൾ ഞാനത് അങ്ങനെ വേഗം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ദിവസം വീടിൻ്റെ അടുത്ത് ചേട്ടൻ മീൻ കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ നിന്ന് നുറുക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ വേഗം ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. നല്ല കഷ്ണങ്ങളായിരുന്നു. അപ്പോൾ ചെമ്പല്ലി വറുക്കാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വൈകുന്നേരം വറുത്തു. പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, അത് ഇന്ന് വൈകുന്നേരം വറുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വിജയശേട്ടന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ആൾക്കുള്ള ചോറൊക്കെ വിളമ്പി ചോറും ചീരപ്പേരിയൊക്കെ കൂട്ടിയിട്ട് വിജയശേട്ടന് കൊടുത്തു. പിന്നെ മോരും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി വേണമെങ്കിൽ എടുത്തോട്ടെ
എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ കാലത്ത് തന്നെ ചിക്കൻ കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ വേഗം ബാവച്ചിയും പറഞ്ഞു അവൾക്കും ചപ്പാത്തി വേണ്ട, അവൾക്ക് വയറിന് സുഖമില്ലല്ലോ. അപ്പോൾ അവൾ കുറച്ച് കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ മണിക്കൂട്ടന് മാത്രമാണ് ചപ്പാത്തി വേണ്ടോ. അപ്പോൾ അവനുള്ള ചപ്പാത്തിയൊക്കെ ഞാൻ വേഗം ചുടുകയാണ്. പിന്നെ മീൻകറിയും ഒരടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി കൂട്ടിയിട്ടും ചപ്പാത്തി കഴിക്കാൻ അവർക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ചിക്കൻ കറി ഉള്ള കാരണം ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിച്ചു. വാവിച്ച് ചീരപ്പേരി കൂട്ടിയിട്ട് കഞ്ഞിയും കുടിച്ചു. അപ്പോൾ അങ്ങനെ ബിജാഷേട്ടനുള്ള ചോറൊക്കെ ആക്കുകയാണ്. അപ്പോൾ ചോറാക്കി ചീരപ്പേരിയും ചോറും മീൻകറിയും കൂടി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ചോറൊക്കെ ആക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിൽ ചീരയും ആക്കി കൊടുത്തപ്പോഴേക്കും ഇതൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെ 6:30 എണീറ്റാലും വേറെ പ്രത്യേകിച്ച് കറി ഉണ്ടാക്കണ പരിപാടിയും പലഹാരപ്പണിയൊന്നും ഇല്ലല്ലോ. ചപ്പാത്തി വെറുതെ ഒന്ന് ചൂടാക്കല്ലേ വേണ്ടോ. പിന്നെ ചിക്കൻ കറിയും പിന്നെ മീൻ കറിയൊക്കെ ചൂടാക്കി എടുത്തുല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം വേഗം ഞാൻ ചീരപ്പേരിയും ബിജാഷേട്ടനാക്കി പിന്നെ മീൻ കറിയും ഒരു പാത്രത്തിലാക്കി കൊടുത്തു. അപ്പം അങ്ങനെ ഒരുവിധം അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാവച്ചിക്ക് വയറിന് സുഖമില്ലല്ലോ. അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു അയിമോദകം ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് ഇത്തിരി വറ്റിച്ചിട്ട് അതൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബിജാഷേട്ടനെ വിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ചോറും പിന്നെ കറിയൊക്കെ കൂടിയിട്ട് ഞാൻ മേശയുമ്പോൾ കൊണ്ടുവന്ന് വെച്ചു. അതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ടു ബാക്കിയുള്ള പാത്രങ്ങളും കഴുകി വെച്ചു. പിന്നെ ഞാൻ വേഗം അവൾക്കുള്ള അയിമോദകം വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പം അങ്ങനെ അയിമോദകം നമ്മൾ നന്നായിട്ട് ചട്ടി ചൂടാവുമ്പോൾ ഇതുപോലെ വറുത്ത് അതിങ്ങനെ നന്നായിട്ട് പൊട്ടി വരും. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുത്താൽ അത് അരിച്ച് കൊടുത്താൽ ഒരു കഷായം പോലെ വയറിന് സുഖം കിട്ടും. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.